ആ ഭാഗത്ത് ക്രൗൺ പ്ലാസ ഹോട്ടൽ കാണുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മസ്കറ്റിൽ വന്നിട്ട് രാവിലെ മസ്കറ്റിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഈ വീഡിയോയിൽ ആ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മസ്കറ്റിലാണുള്ളത്. ഇന്നലെ രാത്രി നമ്മൾ സൊഹറിയിൽ നിന്ന് മസ്കറ്റിലെത്തി. ഇന്നലെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ആയിരുന്നു താമസം. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇന്ന് മസ്കറ്റ് സിറ്റി കാണാനുള്ള പരിപാടിയാണ്. പുറം ബീച്ചിലാണ് ആദ്യം വന്നത്. അപ്പോൾ രാവിലെ സുഹൃത്ത് എണീറ്റ് ജോലിക്ക് പോയി. നമ്മൾ കാഴ്ചകളെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആദ്യം പുറം ബീച്ചിലെ കാഴ്ചകളാണ് കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഖുറം എന്നാണ്. അപ്പോൾ ഖുറം നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഖുറം ബീച്ച് ഏരിയ വരുന്നത്. ഖുറം ബീച്ചിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ആദ്യം നമ്മൾ ഖുറം ബീച്ചിലോട്ടാണ്. ഖുറം ഗാർഡൻസ്. ഈ റോഡിൻ്റെ വശങ്ങളിലൊക്കെ മരങ്ങളും പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട്. രാവിലെ തന്നെ സുഹൃത്ത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായി തന്നത് കഴിച്ചിട്ട് നമ്മൾ രാവിലെ യാത്ര തുടങ്ങി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തോന്നും, നമ്മൾ താമസിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഖുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, തൊട്ടടുത്താണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഖുറം ബീച്ച്. അപ്പോൾ നമ്മൾ ആദ്യം ഖുറം ബീച്ചിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മസ്കറ്റ് സിറ്റിയിലൊരു ചെറിയ ഒരു റോഡാണ്, അതുവഴി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കൊണ്ടിരിക്കുകയാണ്. മസ്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മസ്കറ്റ് എന്ന് പറഞ്ഞാൽ ഒമാൻ്റെ തലസ്ഥാനമാണ്. ഈ സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒമാനിലെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു പട്ടണമാണ്. ഒരു സൈഡിൽ ഗൾഫ് ഓഫ് ഒമാൻ, മറ്റേ സൈഡിൽ ഹജർ മൗണ്ടൻസ്, അതിനിടയിൽ ഇങ്ങനെ ഒരു പട്ടണം. അതാണ് ഈ മസ്കറ്റ് പട്ടണത്തിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഒരു വശം കടൽ, പിന്നെ പട്ടണം തീരുന്നിടത്ത് നിന്ന് പിന്നെ ഹജർ മൗണ്ടൻസ് ആണ്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു പട്ടണമാണ് മസ്കറ്റ്. ചൂട് സമയത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ തണുപ്പ് സമയത്താണെങ്കിൽ അത്യാവശ്യം നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. നമുക്ക് ഈ മലകളുടെയൊക്കെ മേളിലൊക്കെ പോയി കഴിഞ്ഞാൽ മസ്കറ്റ് പട്ടണമൊക്കെ നല്ല പൊക്കത്തിൽ നിന്നിട്ട് കാണാനൊക്കെ പറ്റും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മസ്കറ്റ് തുറമുഖമായിരുന്നു മിഡിൽ ഈസ്റ്റിലെ ഒരു മെയിൻ തുറമുഖമായിട്ടുണ്ടായിരുന്നു. സൊഹർ കഴിഞ്ഞാൽ പിന്നെ മസ്കറ്റ് തുറമുഖമായിരുന്നു ഈ ഒരു ഭാഗത്ത് ഏറ്റവും വലിയൊരു തുറമുഖമായിട്ടുണ്ടായിരുന്നു. ആദ്യം പേർഷ്യൻസ്, അതുപോലെ 1507 മുതൽ 1650 വരെ പോർച്ചുഗീസുകാരൊക്കെ ഭരിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഒട്ടോമൻ ഭരണമൊക്കെ ആയിരുന്നു മസ്കറ്റിലുണ്ടായിരുന്നു. പിന്നെ സുൽത്താനേറ്റ് ഓഫ് ഒമാൻ ഉണ്ടാകുന്ന സമയത്ത് ഒമാൻ്റെ തലസ്ഥാനമായിട്ട് മാറിയിരുന്നു മസ്കറ്റ്. UAE-യുമായിട്ട് നോക്കുമ്പോൾ UAE-യുടെ തൊട്ടടുത്ത് തന്നെയാണ് മസ്കറ്റ്. അധികം ദൂരമില്ല. നമുക്ക് ബോർഡറിൽ നിന്ന് ഒരു 200 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മസ്കറ്റ് എത്താൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് UAE-യിൽ ഉള്ള അതേ ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇവിടെ പ്രത്യേകിച്ച് കാണാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സുൽത്താൻ ഖബൂസ് മോസ്ക് ഉണ്ട്, അതുപോലെ കുറേ കോർണിഷുകളുണ്ട്. മുത്ര കോർണിഷ്, അതുപോലെ മുത്ര സൂക്ക് ഉണ്ട്, റോയൽ ഒപ്പേറ ഹൗസ് ഉണ്ട്, ഖുറം ബീച്ച്, അങ്ങനെ ഓൾഡ് മസ്കറ്റ്, അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ മസ്കറ്റിൽ കാണാനുണ്ട്. ഒരു പഴയ സിറ്റി ആയതുകൊണ്ട് തന്നെ കുറേ പഴയ കോട്ടകൾ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണാനുണ്ടെന്നാണ് എനിക്ക് ഗൂഗിൾ മാപ്സൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത്. നമ്മൾ ഖുറം ബീച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് രാവിലെ തന്നെ എത്തിയത്. നമ്മൾ താമസിക്കുന്നത് ഖുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ബീച്ചുള്ളത്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. കാണാൻ നല്ല രസമുള്ള കാഴ്ചകളാണ് ഇവിടെ. ആ ഭാഗത്ത് ക്രൗൺ പ്ലാസ ഹോട്ടൽ കാണുന്നുണ്ട്. അതിൻ്റെ താഴെ തന്നെ നല്ലൊരു ബീച്ചാണ്. ആ ഒരു ഏരിയയിൽ ഇങ്ങനെ കടലുള്ളിലോട്ട് കയറി കിടക്കാണ്. അവിടെ എനിക്കൊന്ന് ഹോട്ടലിൻ്റെ ഒരു പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. അവിടെയും കുറേ ടൂറിസ്റ്റൊക്കെ കാണുന്നുണ്ട് ആ ഭാഗത്ത്. ഇവിടെ ഇങ്ങനെ ബീച്ച്, നല്ല മനോഹരമായിട്ടുള്ള ബീച്ചാണ്. രാവിലെ തന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഈ ഭാഗത്ത് കണ്ടൽക്കാട്, കുറേ കണ്ടൽക്കാടൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ബോട്ടിങ്ങും പരിപാടികളൊക്കെ ഇവിടെ കാണുന്നുണ്ട്.
സീറ്റ് ബെൽറ്റ് ഇട്ടോ. കട നമ്മുടെ ഈ ഇടതുവശത്ത് കണ്ടൽക്കാടുകളും വലതുവശത്ത് ബീച്ചുമാണ്. കാണാൻ നല്ല ഭംഗിയാണ്. കുറേ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി ബുക്കിംഗാണ്. കുറച്ച് പേരേ ഉള്ളൂ. അവിടെ നിന്നിട്ട് 11 minutes, 12 minutes. പോലീസല്ല അത്, മർഹബ ടാക്സി. ഏരിയ നമ്മുടെ നാഷണൽ ഹൈവേ 1 ആണ്. നമ്മൾ ഇന്നലെ വന്ന റോഡ്. നമ്മൾ വീണ്ടും ആ റോഡിൽ തന്നെ കയറി. ഇന്നലെ മുതൽ നമ്മൾ ഈ നാഷണൽ ഹൈവേയിലാണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നതാണ്. നമുക്കിനി ഒരു 3-4 മണിക്കൂറാണ് ഉള്ളത്. അപ്പോൾ ആ സമയം കൊണ്ട് മാക്സിമം പറ്റുന്ന കാഴ്ചകൾ കാണാനുള്ള ഐഡിയ. നമ്മൾ സുഹൃത്തിനെ കണ്ടിട്ട് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ കുറച്ച് സിറ്റിയുടെ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. സമയം ഇപ്പോൾ 11 മിനിസ്ട്രി ഏരിയ ആണിത്. മിനിസ്ട്രി ഡിസ്ട്രിക്ട് സ്ക്വയർ എന്നാണ് ഈ ഒരു റൗണ്ട് അബൌട്ടിൻ്റെ പേര്. ഇനി വേറൊരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു മാളിൻ്റെ ലൊക്കേഷനാണ് പുള്ളി തന്നത്. ഏതാണ് സ്ഥലമൊന്നും എനിക്ക് അറിയില്ല. ഗൂഗിൾ മാപ്സ് നോക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗൂഗിൾ മാപ്സിലെ ലൊക്കേഷൻ നോക്കി വന്നതാണ്. പക്ഷേ വഴി തെറ്റിപ്പോയി. അൽ ഖുവൈർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കാണിക്കുന്നത്. എന്നെ കാണാൻ ഈ മാളിൽ വരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. മസ്കറ്റിലെ ഏറ്റവും വലിയ മാളുകളിലൊന്നാണ് ഈ അവന്യൂസ് മാൾ. അങ്ങനെ സുഹൃത്തിനെയൊക്കെ കണ്ട് ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മസ്കറ്റിൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഒരു സമയമായി. ഖുറം ബീച്ചിലെ കാഴ്ചകളും കണ്ട് ഫ്രണ്ട്സിനെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഏകദേശം 2 അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട്, നമ്മൾ താമസിച്ചിരുന്ന വീട്ടിലോട്ട് തന്നെ പോയി. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഓൾഡ് മസ്കറ്റ് ഭാഗത്തോട്ടുള്ള കാഴ്ചകളാണ് അത് കഴിഞ്ഞിട്ട് കണ്ടത്. അപ്പോൾ ആ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലാണ്. അപ്പോൾ ആ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.